പ്രിയ സഹോദരങ്ങളെ, പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ എല്ലായ്പ്പോഴും നിർമ്മലമായ ഒരു മനസാക്ഷി ഉണ്ടായിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ആയിരിക്കണം. ഭയപ്പെടേണ്ട, കർത്താവാണിത് പറയുന്നത്. നാം രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. അതിനാൽ നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും സുതാര്യതയും ദൈവത്തിൻ്റെ മുൻപിൽ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. തിന്മയെ വെറുത്ത് നന്മയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കാൻ നാം അനുനിമിഷം പരിശ്രമിക്കണം. കളവും ചതിയും ഒഴിവാക്കി നമ്മുടെ സഹോദരങ്ങളോട് നീതിയോടെയും കരുണയോടെയും പെരുമാറണം. നമ്മുടെ ഉള്ളിലെ മനസാക്ഷി എന്ന ദൈവിക സ്വരം ശരിയും തെറ്റും തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. ആ മനസാക്ഷിയുടെ സ്വരം നാം ശ്രദ്ധാപൂർവം ശ്രവിച്ചെങ്കിൽ മാത്രമേ നാം കേൾക്കുകയുള്ളൂ. ഇന്നത്തെ ലോകത്തിലെ പലവിധമായ ഡിസ്ട്രാക്ഷൻസിൽ പെട്ട് നാം ഉഴലുമ്പോൾ ആ ദൈവിക സ്വരം മനസാക്ഷിയുടെ സ്വരമായി കേൾക്കാനായിട്ട് നാം വിട്ടുപോകാറുണ്ട്. നിർമ്മലമായ മനസാക്ഷി ഒരുവന് നൽകുന്ന സമാധാനവും സന്തോഷവും വിലമതിക്കാൻ ആവാത്തതാണ്. കർത്താവായ ഈശോ നമ്മെ പഠിപ്പിച്ചത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇത് വായിക്കുകയും ചെയ്യുന്നു. പാപക്കറ പുരളാത്ത ഹൃദയത്തോടെ നാം ജീവിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും അവിടുത്തെ കൃപയിൽ അനുദിനം വളരുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് ക്ഷമിക്കുകയും നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുകയും ചെയ്യാം. തിരിച്ചറിയാം, തിരുത്താം, ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക്. കുമ്പസാരക്കൂട്ടിലേക്ക് പോകാനായിട്ട് ദൈവം നൽകുന്ന അവസരം പാഴാക്കാതെ പശ്ചാത്തപിച്ച് കർത്താവെ, ഞാൻ പാപിയാവുന്നു എന്ന് ഏറ്റുപറഞ്ഞ് ദൈവം തന്നിരിക്കുന്ന സംവിധാനങ്ങളെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാം. വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നമുക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് പോകാം. അതിനാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഹോദരങ്ങളെ എന്നും നിർമ്മലമായ മനസാക്ഷിയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.